ശ്രീ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, പ്രോസിക്യൂഷൻ ആത്മവിശ്വാസത്തിലാണ്, കഷ്ടപ്പെട്ടെങ്കിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ, താങ്കൾ ഇപ്പോഴും പൾസറും കൂട്ടാളികളും മാത്രമാണ് കുറ്റക്കാർ എന്ന നിലപാടിൽ തന്നെയല്ലേ? 100% കേരള ചരിത്രത്തിൽ അടപ്പെട്ട വ്യക്തി ശ്രീ ദിലീപാണ്. നമ്പിനാരായൺ സാറിന്റെ ചാരക്കേസ് ഒരു ചാരവുമില്ലാത്ത കേസാണ് തിരിച്ചറിഞ്ഞതുപോലെ ശ്രീ ദിലീപിന്റെ കേസ് വെറും ഗൂഢാലോചനയും ആരോപണവും മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും നീതി വേണം. നമ്മളെല്ലാം അതിജീവിതയുടെ നീതിയോടൊപ്പമാണ്. അതിജീവിതയുടെ നീതി എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരും ഇതിനെ ദ്രോഹിച്ചു എന്നുള്ളതാണ്. അതിൽ അവർ ശക്തമായി ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മാസങ്ങൾക്ക് ശേഷം വലിച്ചിഴക്കപ്പെട്ട ആളാണ്. ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ്. കോടതി ശക്തമായ വേട്ടയാടലും പോലീസ് വേട്ടയാടലും ഒക്കെ ഇങ്ങനെ നിന്നത്. ഒരു കാര്യം കൂടി അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് എന്തായി? അതെന്താ ഇപ്പം പോലീസുകാർ അന്വേഷിക്കാത്തെ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശ്രീ ദിലീപിനെതിരെ പരാതി ഇട്ടിരുന്നല്ലോ. അതും ഇതിനെക്കാട്ടി എത്ര സീരിയസ് ആയ അലിഗേഷൻ ആണ്. ആലോചിച്ച് നോക്കൂ, 4 പോലീസുകാരെ. അതൊന്നും ഇപ്പൊ ആർക്കും അന്വേഷിക്കണ്ടേ? എന്തെല്ലാം തട്ടിപ്പാണ് ഈ കേസിൽ നടന്നത്. അതും കൂടി ഈ കോടതി വിധിയിലൂടെ പുറത്തു വരണമെന്നാണ് ഈ നാട്ടിൽ നീതി ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. അതായത് അതിജീവിതയ്ക്ക് നീതി, ഈ ദിലീപിനെ വേട്ടയാടുന്നതും അവസാനിക്കണം. രണ്ടും കൂടി ഒരുമിച്ച് വരണം. രണ്ടുപേരുടെയും ജീവിതത്തിൽ പുതിയൊരു ഘട്ടം തുടങ്ങണം. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ് അതിജീവിത. കാര്യം അതിജീവിത സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തയായ നമ്മുടെ മലയാളം നടിയാണ്. അവർക്ക് നീതി വേണം. പൾസർസിന് ശിക്ഷിക്കപ്പെടണം, കൂട്ടാളികൾ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അന്യായമായി കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ശ്രീ ദിലീപിന് നീതി ഉണ്ടാകണം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കേസിന്റെ വിധിയെക്കുറിച്ചൊക്കെ പറയുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത് മാഡമാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെയാണ്. പാവം കാവ്യാമാധവനെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ? കാവ്യയുടെ അമ്മയെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ? എത്ര ഗൂഢാലോചന ശ്രീ ദിലീപിനെതിരെ നടന്നു. ഇപ്പൊ നമ്മളോടൊപ്പമില്ല ശ്രീ ബാലകുമാർ, നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. പക്ഷെ അദ്ദേഹം അടക്കം എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഗോൾച്ചൻ, ദുബായ്, 50 ലക്ഷം, ദാവൂദ് ഇബ്രാഹിം. എവിടെ പോയി ഇതെല്ലാം? അപ്പോ ദിലീപിനെതിരെ നുണകളുടെ പെരുമഴയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദിലീപിനെതിരെയുള്ള എല്ലാ വ്യാജ തെളിവുകളും തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. കോടതി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. കോടതിയുടെ വിധിയാണ് നമ്മൾ ബഹുമാനിക്കണം. കോടതിയുടെ വിധിയിൽ ഗൂഢാലോചന തെളിയുകയാണെങ്കിൽ പൾസറും കൂട്ടാളികളും അനുഭവിക്കേണ്ട അതേ ശിക്ഷ തന്നെ ദിലീപും അനുഭവിക്കേണ്ടി വരും. ഇല്ല, പൾസറിന്റെയും സുനിയും അവര് ഗൂഢാലോചന നടത്തിയ ദിലീപ് എന്തിനാ അനുഭവിക്കുന്നു? ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ശ്രീ ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല. അത് ഇത്ര കോൺഫിഡന്റ് ആയി പറയുന്നതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്തേനെ. താങ്കളുടെ അടക്കമുള്ള പ്രമുഖ ചാനലുകൾ അത് വെളിയിൽ കൊണ്ടുവന്നേനെ. കാര്യം എല്ലാവരും അറിയാമല്ലോ, എല്ലാ പാർട്ടികളും ശ്രീ ദിലീപിനെതിരെയാണ് നിലപാടെടുത്തത്. പോലീസും മാധ്യമങ്ങളും എല്ലാം. കോടതിയുടെ നീതിപീഠം ഉള്ളതുകൊണ്ട് മാത്രമാണ്, അതും ഒരു ശക്തയായ വനിതാ ജഡ്ജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ കേസ് അതേപോലെ നിന്നത്. ആ വനിതാ ജഡ്ജിക്ക് പ്രണാമം. ആ പേര് പറയാമെങ്കിൽ ജഡ്ജി ഹണി വർഗീസിന് പ്രണാമം. കോടതികൾക്ക് പ്രണാമം. മാധ്യമ വേട്ടയാടുകൾക്ക് ഒരാളെ വിട്ടുകൊടുക്കില്ല എന്ന് കോടതി തീരുമാനിച്ച മഹത്തരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രൊപ്പഗാൻഡ വെച്ച ആൾക്കാരെ ശിക്ഷിക്കാൻ കഴിയില്ല. തെളിവുകൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. എന്തായാലും കേരളത്തിലെ ഒരു ലാൻഡ് മാർക്ക് കേസ് ആയിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് രീതിയിൽ പോയാലും കേട്ടോ, ഇനി ശ്രീ ദിലീപിന് അനുകൂലമായി വന്നാലും ശ്രീ ദിലീപിനെതിരെ വന്നാലും. അപ്പൊ ഞാൻ രാഹുൽ, മെമ്മറി കാർഡൊക്കെ പല തവണ പരിശോധിച്ചതൊക്കെ ഈ പ്രബലരുടെ സ്വാധീനമുണ്ടായി ഗൂഢാലോചന തെളിയിക്കാതിരിക്കാൻ എന്നതിന്റെ തെളിവായിരുന്നു. മാഡം അല്ല മാഡം, നിങ്ങളെ പോലുള്ളവരെ പറ്റിക്കാൻ അവരിറക്കുന്ന ക്യാപ്സൂളാണ്. 7 സെക്കൻഡും 8 സെക്കൻഡും ഒക്കെയാണ്. ആരോ ID കാർഡ് ഇട്ട് നോക്കിയതാണ്. നാട്ടുകാരെ പറ്റിക്കുകയാണ്. ഹാഷ് വാല്യൂ, ആ തമ്പനെയിലിന്റെ അല്ലെങ്കിൽ ആ USB-യുടെ ഹാഷ് വാല്യൂ മാറിയത്, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. സാധാരണ ഇതിന്റെ ടെക്നിക്കാലിറ്റി അറിയാത്ത പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കോടതിയുടെ ഓഫീസേഴ്സ് ആണ് അത് നോക്കിയത്. 2, അത് നോക്കിയാലും ഇല്ലെങ്കിലും എന്ത് വ്യത്യാസം വരുന്നു? അതായത് ആലോചിച്ച് നോക്കുക, ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെ പർവ്വതീകരിച്ച് പറയുന്നതല്ലേ. അതിന്റെ ഹാഷ് വാല്യൂ മാറിയാലും മാറിയില്ലെങ്കിലും എന്ത് വരുന്നുണ്ട്? ഒന്നും വരുന്നില്ല. ഫയലുകളുടെ ഹാഷ് വാല്യൂവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോ കേസ് നോക്കുമെന്നായപ്പോൾ പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കി എങ്ങനെങ്കിലും മാധ്യമങ്ങളിലൂടെ നടത്തി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് രക്ഷിക്കാം, അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാം, ശിക്ഷിക്കാമെന്നാണ് ചില ആൾക്കാർ കരുതിയത്. അതിജീവിതയോടൊപ്പമാണ് കേട്ടോ, 100%. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിജീവിതയ്ക്ക് പോലും അറിയില്ലല്ലോ ശ്രീ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന്. അങ്ങനെയാണെങ്കിൽ അതിജീവിതയെ അനുകൂലിക്കുന്ന എറണാകുളം പരിപാടിക്ക് ശ്രീ ദിലീപ് മുഖ്യമായി ഗസ്റ്റായിട്ട് പങ്കെടുക്കൂ. അപ്പോ അതിജീവിതയെ അടക്കം തെറ്റിദ്ധരിച്ച് അതിജീവിതയുടെ വേദന യൂസ് ചെയ്ത് ദിലീപിനെ തകർക്കാൻ ശ്രമിച്ച ചില ആൾക്കാർക്ക് മുഖമടിച്ചുള്ള മറുപടി ഡിസംബർ 8-ാം തീയതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കോടതിയുടെ വിജയമാണ്, നീതിയുടെയും നിയമത്തിന്റെ വിജയമാണ്. ഇത്രയും മാധ്യമങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടും കോടതി അതിനൊന്നും വശംവദരായില്ല എന്നുള്ളത് ഈ നാട്ടിലെ കോടതികൾ, ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ
സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ, നമ്മുടെ വിധി പറയാൻ പോകുന്ന എറണാകുളം കോടതി, ഇവരടക്കം നീതിയാണ് പ്രധാനം, സത്യമാണ് പ്രധാനം എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് മാത്രം ദയവായി ആലോചിക്കുക. ശ്രീ ദിലീപിന് അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാ? ശ്രീ ദിലീപും കാവ്യ മാധവനും കല്യാണം കഴിച്ച് കാവ്യ പ്രഗ്നന്റായി കുട്ടി വരാൻ കാത്തിരുന്ന കാലത്ത് ശ്രീ ദിലീപിന് ഈ അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നുമില്ല. പൾസർ സുനിയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പൾസർ സുനി മറ്റു പല ആൾക്കാരെയും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിക്കെതിരെ വേറെയും പരാതിയുണ്ട്. അപ്പോ പൾസർ സുനിയെ മനഃപൂർവ്വം ദിലീപിനോട് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർ നോക്കി. ഒരു കടുകുമണിയോളം പോലും തെളിവില്ല ഇതുവരെ ശ്രീ ദിലീപിനെതിരെ. ഇനിയും നമ്മൾ അറിയാതെ ഇൻ ക്യാമറയിൽ തെളിവ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുമാധ്യമ രംഗത്ത് വന്ന, പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു തെളിവ് പോലും ശ്രീ ദിലീപിനെതിരെ ഇല്ല. അപ്പോ അതിജീവിതയ്ക്ക് നീതി വേണം. നമ്മുടെ അഭിമാനമാണ് അതിജീവിത. അതോടൊപ്പം കള്ളക്കേസ്, വ്യാജ കേസിൽ അല്ലെങ്കിൽ ശിക്ഷിച്ച ശ്രീ ദിലീപിനെയും, അല്ലെങ്കിൽ വ്യാജ കേസിൽ കുടുക്കിയ ശ്രീ ദിലീപിനും നീതി വേണം. ഈ 2 പേർക്കും നീതി ലഭിക്കുമാറാകട്ടെ. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞ, മലയാള സിനിമയെ തന്നെ രണ്ടാക്കിയ സംഭവം എന്ന് തന്നെ നടി ആക്രമിച്ച കേസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും മെറ്റീരിയൽ എവിഡൻസിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന കേസാണ് ഇപ്പോൾ സംഭവിച്ചത്. എല്ലാ കാലത്തും ചർച്ചയായതാവട്ടെ ഈ മെമ്മറി കാർഡ് വിവാദമായിരുന്നു. അത് മെമ്മറി കാർഡ് നശിപ്പിക്കാനുള്ള ശ്രമം അവിടുന്ന് അവസാനിക്കുന്നില്ല. ഈ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ച സംഭവം, ദൃശ്യങ്ങൾ കോടതിയുടെ സംരക്ഷണയിലിരിക്കെ ആ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്നുള്ള സംഭവം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൂടിച്ചേർന്ന് സാങ്കേതികമായി വലിയ തരത്തിൽ ചർച്ചയായ ഒരു കേസ് കൂടിയായിരുന്നു നടി ആക്രമിച്ച കേസ്, അല്ലേ? ഭവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ മെമ്മറി കാർഡ് 3 തവണയാണ് ഹാഷ് വാല്യൂ മാറിയത്. പ്രത്യേകിച്ചും ഈ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് ആദ്യമായിട്ട് മെമ്മറി കാർഡ് തുറന്നു നോക്കുന്നത്. അത് കോടതി പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കോടതിയിൽ അവരുടെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന ഒരു തൊണ്ടി മുതലാണ് മെമ്മറി കാർഡ്. അത് അവിടെ തന്നെ സൂക്ഷിക്കേണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ അത് വീട്ടിൽ കൊണ്ടുപോയി. അതായത് കോടതി സമയത്തൊന്നും ആയിരുന്നില്ല അത് തുറന്നു നോക്കിയത്, രാത്രി സമയത്തായിരുന്നു അത് തുറന്നു നോക്കിയ സാഹചര്യം. പിന്നീടൊന്ന് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ഉദ്യോഗസ്ഥൻ മഹേഷ് മോഹൻ, മറ്റൊന്ന് ശിരസദാർ താജുദ്ദീൻ. ഈ ശിരസദാർ താജുദ്ദീന്റെ വിവോ ഫോണിൽ ഇട്ടിട്ടാണ് ഈ മെമ്മറി കാർഡ് കോടതിയിൽ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് വിവോ ഫോൺ അന്വേഷിച്ചപ്പോൾ, വിവോ ഫോൺ പോലീസ് അന്വേഷിച്ചിരുന്ന സാഹചര്യത്തിൽ അതും അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണം വരുന്നത്. അത് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ വിവോ ഫോൺ കണ്ടെത്താനായില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കള്ളം പറയേണ്ടി വന്നത്, കള്ളം പറഞ്ഞതായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെ ആയിരുന്നു പോലീസും. ഇങ്ങനെ 3 തവണയാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. അത് നിയമപരമായി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടിയും അതിന് കൃത്യമായ സമയമുണ്ട്, കൃത്യമായ കോടതിയുടെ അനുവാദം വേണം. അതല്ലാതെ ഇത്തരത്തിൽ സീസ്ഡ് ആയിട്ടുള്ള ഒരു തൊണ്ടി മുതലിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തതയുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതേസമയം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് സഹപ്രവർത്തകർക്ക് അനുകൂലമായുള്ള നടപടിയെടുത്തു. അതിൽ അന്വേഷണം നടന്നതല്ലാതെ മറ്റൊരു സാഹചര്യവും ശിക്ഷാ നടപടികളോ മറ്റു നടപടിക്രമങ്ങളോ ഉണ്ടായില്ല എന്ന് കാട്ടിയാണ് വീണ്ടും അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് കാര്യം വ്യക്തതയുണ്ട്. മാത്രമല്ല 32 തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് ദിലീപിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ദിലീപിന് ജയിലിൽ നിന്നും എഴുതിയ കത്തുണ്ട്. ദിലീപ് ഉണ്ടായിരുന്ന സെറ്റിൽ പൾസർ സുനി പോയതിന് തെളിവുണ്ട്. നിരവധി കാര്യങ്ങൾ ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അങ്ങനെ തന്നെയാണ് ദിലീപിനെ കേസിൽ 8ാം പ്രതിയായി ചുമത്തപ്പെടുന്ന, അല്ലെ 8ാമത്തെ പ്രതിയായി ചേർക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തായാലും ഓടുന്ന വാഹനത്തിൽ മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത അപൂർവ കേസ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനിയും കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണിയും സംഘവും നടത്തിയ ആക്രമണമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേസ് അന്വേഷണം പിന്നീട് ചെന്നെത്തിയത് മലയാളത്തിലെ പ്രമുഖ നടൻ ദിലീപിലേക്ക്. ദിലീപിന്റെ നിർദ്ദേശപ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ നടിയെ സമൂഹത്തിൽ മോശക്കാരിയാക്കാനുള്ള ശ്രമം നടത്തിയെന്ന കുറ്റാരോപണം. ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ. വിചാരണ കോടതി നിഷ്പക്ഷമല്ലെന്ന ആക്രമണത്തിനിരയായ നടിക്ക് പ്രതികരിക്കേണ്ട വന്ന കേസ്.